നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അബ്ബാസ് ബീഗം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ, ലഭിച്ചത് 20 വോട്ട്. BJPയിലെ P രമേശിന് ലഭിച്ചത് 14 വോട്ട്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകി. നാട്ടിൽ വെളിച്ചമെത്തിക്കുവാൻ പണിയെടുക്കുന്നവർ ഇരുട്ടിൽ. വോർക്കാടി വൈദ്യുതി സെക്ഷൻ ഓഫീസിലാണ് ദുരവസ്ഥ. മധൂർ പഞ്ചായത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി LDF രംഗത്ത്. വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പ്രിന്റെടുത്ത വകയിൽ ലക്ഷങ്ങളുടെ തിരിമറിയെന്നാണ് ആരോപണം. 5000 മൂട് മരച്ചീനി കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. കണ്ണീരിലായി കർഷകൻ ബിനു ജോൺ തുരുത്തേലിന്റെ ജീവിതം. മഞ്ഞനാടി അൽമദീന 30ാം വാർഷികവും സന്നദ്ധദാന മഹാസമ്മേളനവും ഫെബ്രുവരി 3 മുതൽ 5 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാനായി അബ്ബാസ് ബീഗത്തെ തെരഞ്ഞെടുത്തു. VM മുനീർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ കണ്ടെത്തുവാനുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. അബ്ബാസ് ബീഗത്തിന് 20 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ BJPയിലെ P രമേശിന് 14 വോട്ടും ലഭിച്ചു. കാസർഗോഡ് നഗരസഭയുടെ പുതിയ ചെയർമാനായി മുസ്ലിം ലീഗിലെ അബ്ബാസ് ബീഗത്തെ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് PM മുനീർ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നഗരസഭാ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അബ്ബാസ് ബീഗത്തിന് 20 വോട്ടും BJPയിലെ P രമേശിന് 14 വോട്ടും ലഭിച്ചു. CPMന്റെ ഒരു അംഗത്തിന്റെയും സ്വതന്ത്രരായ 2 കൗൺസിലർമാരുടെയും വോട്ട് അസാധുവായി. ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ 24ാം വാർഡിലെ കൗൺസിലർ സ്ഥാനവും മുനീർ രാജിവെച്ചിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഖാലിദ് പച്ചക്കാടാണ് അബ്ബാസ് ബീഗത്തെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. മമ്മു ചാല പിന്താങ്ങി. BJPയിലെ P രമേശിനെ വരപ്രസാദ് നിർദ്ദേശിക്കുകയും ഉമാ കടപ്പുറം പിന്താങ്ങുകയും ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ബാസ് ബീഗം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നോ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആദിൽ മുഹമ്മദ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. ചെയർമാനായി തെരഞ്ഞെടുത്ത അബ്ബാസ് ബീഗത്തിന് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്യാൻവാബി മസ്ജിദ് പൂജയ്ക്കായി തുറന്നുകൊടുക്കണമെന്ന വാരണാസി കോടതി വിധി നേരത്തെയുള്ള സുപ്രീം കോടതി വിധിക്കെതിരാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഗ്യാൻവാബി മസ്ജിദ് പ്രശ്നത്തിന് പരിഹാരമെന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുക എന്നുള്ളതാണ്. കേന്ദ്രം EDയെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ഭാവിയുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും MA ബേബി കാസർഗോട്ട് പറഞ്ഞു. അയോധ്യയിൽ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം നിൽക്കുമ്പോൾ വേറെ പല ആരാധനാലയങ്ങളെക്കുറിച്ചും തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയത്. 1947 ആഗസ്റ്റ് 15 ആരാധനാലയങ്ങൾ ഏത് തരത്തിലുള്ള ആരാധനയും അവിടെ നടക്കുന്നത് അത് തുടരാം, അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാൽ അയോധ്യയ്ക്ക് ഇത് ബാധകമല്ല. അയോധ്യയുടെ തർക്കം നിൽക്കുകയാണ് എന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അയോധ്യ തർക്കം സുപ്രീം കോടതി പരിഹരിച്ചതിനെ കുറിച്ച് തന്നെ വിമർശനങ്ങളുണ്ട്. കാരണം അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, അത് കുറ്റകൃത്യമാണ്, നിയമലംഘനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം ലംഘിച്ച കുറ്റം ചെയ്ത ആളുകൾക്ക് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതെന്തായാലും ഒരധ്യായത്തിൻ്റെ കഴിഞ്ഞ ഒരു ഘട്ടമാണ്. അതിനെക്കുറിച്ചുള്ള വിമർശനം നിലനിൽക്കും. RSSൻ്റെ മതാധിഷ്ഠിതമായ വർഗീയ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്നുള്ള ലക്ഷ്യം, അതിലേക്ക് നീങ്ങാനുള്ള ഓരോ ചുവടുകളും വർഗീയ ശക്തികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ ആശയം ഇല്ലാതാകുന്നതിലേക്കായിരിക്കും ഇത് നയിക്കുക. അതുകൊണ്ട് സുപ്രീം കോടതി തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടണം, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം. പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം അതിനിങ്ങനെ കൺമുമ്പിൽ വെച്ച് ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗ്യാൻവാബി പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മോഡിയെയും അമിത്ഷായെയും BJPയെയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് വളരെ പക്വതയോടുകൂടി വേണം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്, അത് വളരെ ഉയർന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മറ്റ് പാർട്ടികളുമായിട്ടുള്ള ബന്ധം അത് പരിക്കുകൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധവും ജാഗ്രതയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ ഭരണകാലത്ത് ഞങ്ങൾക്ക് വിമർശിക്കേണ്ട ഒരുപാട് തെറ്റുകൾ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ അവർ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർ ദുരുപയോഗപ്പെടുത്തിയതും BJP ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് താരതമ്യപ്പെടുത്തുമ്പം നമ്മൾ അമ്പരന്ന് പോകും. ഈ ഏജൻസികൾ RSSൽ നിന്ന് ഉത്തരവ് സ്വീകരിച്ചിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി നടക്കുകയാണ്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. ഇതിനായി റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുവാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. സംഘത്തിന്റെ ചതിക്കുഴിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായാണ് സംശയിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ മംഗളൂരുവിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട് പെരുമണ്ണയിലെ P. ഫൈസൽ, ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി MP റുബീന, കാസർഗോഡ് ശിറിബാഗുലുവിലെ N. സിദ്ദീഖ്, മാങ്ങാട്ടെ ദിൽഷാദ്, മുട്ടത്തൊടിയിലെ നഫീസത്ത് മിസ്രിയ, മാങ്ങാട്ടെ അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട്ടെ റഫീഖ് എന്നിവരാണ് ഹണി ട്രാപ്പ് കേസിൽ കാസർഗോഡ് പിടിയിലായത്. മാങ്ങാട് സ്വദേശിയായ 59-കാരനായ വ്യവസായിയെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു സംഘം. തുടർന്നും പണമാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതോടെ വ്യവസായി മേൽപ്പറമ്പ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു. സംഘാംഗമായ റുബീനയാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്ന അഭ്യർത്ഥനയോടെ വ്യവസായിയെ പരിചയപ്പെട്ടത്. തുടർന്ന് മംഗളൂരുവിലെത്തിച്ച് ഹോട്ടൽ റൂമിൽ നിന്നും നഗ്നചിത്രങ്ങൾ എടുത്തു. പിന്നീട് പടന്നക്കാട്ടെ ഒരു വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. സംഘത്തിന്റെ ചതിക്കുഴിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുക. ഇതിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികളെ മംഗളൂരു, പടന്നക്കാട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ് വിവരങ്ങൾ ശേഖരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്ടിൽ വെളിച്ചമെത്തിക്കുവാൻ പണിയെടുക്കുന്നവർ ഇരുട്ടിൽ. വർക്കാടി വൈദ്യുതി സെക്ഷൻ ഓഫീസിലാണ് ദുരവസ്ഥ. ജീർണിച്ച കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. ഇങ്ങനെയൊരു വൈദ്യുതി ഓഫീസ് വേറെയുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത്രയേറെ പരിതാപകരമാണ് വോർക്കാടി വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ അവസ്ഥ. ഓഫീസിലെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 56 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. ആദ്യകാലത്ത് വോർക്കാടി പഞ്ചായത്ത് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണിത്. 2003-ലാണ് പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയത്. എന്നാൽ പിന്നീട് കെട്ടിടം മാറുകയോ പുതിയ സംവിധാനം ഒരുക്കുകയോ ചെയ്തില്ല. വൈദ്യുതി സെക്ഷൻ ഓഫീസാണെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത വയറിംഗ് ആണ്. ആയതിനാൽ ഇടയ്ക്കിടെ പണിമുടക്കും. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനവും ജീർണാവസ്ഥയിലാണ്. കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ 34 ജീവനക്കാർ ജോലി ചെയ്യുന്ന കെട്ടിടത്തിനാണ് ഈ ദുരവസ്ഥ. 2 വർഷം മുമ്പ് മഴക്കാലത്ത് കെട്ടിടം ചോർന്നൊലിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റിട്ടായിരുന്നു അന്ന് കെട്ടിടത്തിന്റെ ചോർച്ച തടഞ്ഞത്. തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി ടിൻ ഷീറ്റ് ഇട്ടു. മരം പാകിയ മച്ചിന്റെ ഭാഗം ദ്രവിച്ച് പൊടിയുതിരാൻ തുടങ്ങിയതോടെ ആ ഭാഗത്ത് പ്ലൈവുഡ് വാങ്ങി ഉറപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഇതിന് എത്ര ആയുസ്സുണ്ടാകുമെന്നറിയില്ല. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് KCN വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. എന്നാൽ കെട്ടിടം അനുവദിക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വാടക കെട്ടിടങ്ങൾ അന്വേഷിച്ചെങ്കിലും ഉയർന്ന വാടക കാരണം മാറാൻ സാധിക്കുന്നില്ല. താൽക്കാലിക പരിഹാരമായി കെട്ടിടം നന്നാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSEB ഉന്നത ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും സെക്ഷൻ ಓಫೀಸ್ ಅಧಿಕೃತರ ನಿವೇದನ നൽകಿ. ಸಬ್ಸ್ಟೇಷನ್ ಬರುವ ಸಾಧ್ಯತೆ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಮಾಹಿತಿ ಸಿಕ್ಕಿದೆ. ಹಾಗಿರುವಾಗ ಈ ಆಫೀಸ್ ನಿರ್ಮಾಣಕ್ಕೆ ಈಗಿರುವಂಥ ಸ್ಥಳದಲ್ಲಿ ಸ್ವಲ್ಪ ಬ್ಯಾಕ್ ಸ್ಥಳದಲ್ಲಿ ಅಂದರೆ ಆಫೀಸನ್ನು
ಅದಕ್ಕೆ ಅನುಕೂಲಕರವಾಗುವಂತೆ ಆ ಸ್ಥಳದಲ್ಲೇ ಒಂದು 10 ಸೆಂಟ್ ಸ್ಥಳ ನಾವು ಮೊದಲೇ ತೀರ್ಮಾನ ಮಾಡಿದ್ದೇವೆ. ಆ ಪ್ರಕಾರದಲ್ಲಿ ಅಲ್ಲಿ ಸ್ಥಳವನ್ನು ಕೊಡಲಿಕ್ಕೆ ನಾವು ತೀರ್ಮಾನ ಮಾಡ್ಬೋದು. ಅದೀಗ ಕಟ್ಟಡ ನಿರ್ಮಾಣ ಅಂತ ಹೇಳುವಾಗ ಪಂಚಾಯತ್ ನಮ್ಮ ಊರ ಕಡೆ ಪಂಚಾಯತ್ನ ಬಗ್ಗೆ ಹೇಳೋದು ಅಂತ ಹೇಳಿದರೆ ನಮಗೆ ವರಮಾನ ಕಡಿಮೆ ಇದ್ದ ಕಾರಣ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ವ್ಯವಸ್ಥೆ ಮಾಡಲಿಕ್ಕೆ ಖಂಡಿತವಾಗ್ಲೂ ಸಾಧ್ಯ ಇಲ್ಲ. KCB ಡಿಪಾರ್ಟ್ಮೆಂಟಿನ ಪರವಾಗಿ ಕಟ್ಟಡ ನಿರ್ಮಾಣಕ್ಕೆ ಈ ಒಂದು ಮೊತ್ತದೊಂದು ಲಭ್ಯತೆ ಇದೆ. ಖಂಡಿತವಾಗ್ಲೂ ನಾವು ಪಂಚಾಯತ್ನ ಆಡಳಿತ ಸಮಿತಿಯ ತೀರ್ಮಾನದಂತೆ ನಾವು ಮೊದಲು ತೀರ್ಮಾನ ಮಾಡಿದಾಗಿದೆ ಅಲ್ಲಿ ಒಂದು ಕಟ್ಟಡವನ್ನು ನಿರ್ಮಿಸಲೇಬೇಕಾದಂಥ ತೀರ್ಮಾನ ಖಂಡಿತವಾಗ್ಲೂ ನಮ್ಮ ಭಾಗದಿಂದ ಮಾಡ್ತೇವೆ ನಾವು. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധൂർ പഞ്ചായത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി LDF രംഗത്ത്. വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പ്രിന്റെടുത്ത വകയിൽ ലക്ഷങ്ങളുടെ തിരിമറിയെന്നാണ് ആരോപണം. മധൂർ പഞ്ചായത്തിൽ വോട്ടർ പട്ടിക അച്ചടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി കൂട്ടുകൂടി BJP ഭരണസമിതി അഴിമതി നടത്തിയതായും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും LDF മധൂർ പഞ്ചായത്ത് പാർലമെന്ററി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേവലം 50,000 രൂപയ്ക്കുള്ളിൽ ചിലവ് വരുമായിരുന്നിടത്താണ് 8,09,000 രൂപയുടെ അഴിമതി നടത്താൻ ശ്രമിക്കുകയും 6,17,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടർ പട്ടിക പുതുക്കാൻ 2023 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് മറയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കോപ്പിയെടുക്കേണ്ടെന്ന പ്രവൃത്തിയിലാണ് ഈ വെട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്തിൽ റോഡിനിരുവശവും വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാനെന്ന പേരിൽ 1 കോടി രൂപയുടെ പ്രൊജക്ട് ഭരണസമിതിയിൽ ചർച്ച ചെയ്യാതെ DPC അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമവും ഉണ്ടായി. ഇതിന് പിറകിൽ വൻ അഴിമതിയാണ് ലക്ഷ്യമിട്ടത്. കളങ്കിതരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഫണ്ട് തട്ടിയെടുക്കാനുള്ള BJP ഭരണസമിതിയുടെ ചെയ്തികൾക്കെതിരെ ഫെബ്രുവരി 5-ന് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കോപ്പി എടുക്കുക, സെറോക്സ് എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. 20 വാർഡുകൾക്ക് വേണ്ടി 20 വാർഡുകളുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് കന്നഡയിലും മലയാളത്തിലും കോപ്പി എടുക്കുന്നതിന് വേണ്ടി കേവലം 50,000 താഴെ രൂപ മാത്രമേ വേണ്ടി വരൂ. പക്ഷെ ഇവിടെ 6,17,350 രൂപ ഇതിന്റെ പുറകിൽ തട്ടിയെടുക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നില്ല. അവസാനം കൊടുത്തെല്ലാം കഴിഞ്ഞ ശേഷം സാധുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം ബില്ലുകൾ വരുന്നത്. ഇതും വലിയ ചർച്ചയാണ്. എന്നുവെച്ചാല് കൊടിയ അഴിമതിയാണ് ഇതിന്റെ പേര് നടന്നിരുന്നത്. 8,09,000 രൂപ ഇതിന്റെ പേര് തട്ടിയെടുക്കാൻ നോക്കി. അവസാനം 1,12,000 രൂപ പിടിക്കപ്പെട്ടു. അവസാനം ഇതിന്റെ പുറകിൽ എല്ലാം പരിശോധിക്കുമ്പോൾ 6,17,000 രൂപയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് അച്ചടിയുമായി ബന്ധപ്പെട്ട് ഇവർ ചെലവഴിച്ചിരിക്കുന്നത്. മധൂർ പഞ്ചായത്ത് LDF അംഗങ്ങളായ C. ഉദയകുമാർ, ബഷീർ PA, അബ്ദുൾ ജലീൽ, നസീറ മജീദ്, CPM ലോക്കൽ സെക്രട്ടറി MK രവീന്ദ്രൻ, A. രവീന്ദ്രൻ, K. ജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളരിക്കുണ്ടിൽ കൃഷി ചെയ്ത ബിനു ജോൺ തുരുത്തേലിന്റെ 5,000 മൂട് മരച്ചീനി കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. 3 ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്തു തുടങ്ങിയ കൃഷിയാണ് പന്നിക്കൂട്ടം നശിപ്പിച്ചത്. 1 വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്ന് പരിപാലിച്ച് വളർത്തിയ കൃഷി നശിക്കപ്പെട്ടതോടെ ബിനു ജോണിന്റെ ജീവിതം കണ്ണീരിലായി. കപ്പ കൃഷി ചെയ്ത കർഷകന് പറയാനുള്ളത് കണ്ണീരിന്റെ കഥ. വെസ്റ്റളേരി പറമ്പ സ്വദേശി ബിനു ജോൺ തുരുത്തേൽ എന്ന യുവ കർഷകന്റെ വിളവെടുക്കാൻ പാകമായ 5,000 ചുവട് കപ്പ കൃഷിയിൽ 90% പന്നിക്കൂട്ടങ്ങൾ കടിച്ചും തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിച്ചു. വെള്ളരിക്കുണ്ട് പന്നിത്തടം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ 4 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് ബിനു കപ്പ കൃഷി തുടങ്ങിയത്. 3 ലക്ഷം രൂപ ബാങ്ക് വായ്പയെടുത്ത് തുടങ്ങിയ കൃഷി 1 വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്നാണ് ഈ കർഷകൻ പരിപാലിച്ച് വളർത്തിയത്. മാതാപിതാക്കളും ഭാര്യയും 5 മക്കളും അടങ്ങുന്ന ബിനുവിന്റെ 9 അംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൃഷി. കാർഷിക രംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ മുഴുവൻ സമയ കർഷകൻ ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്താണ് കപ്പ കൃഷി തുടങ്ങിയത്. 5 മക്കളുടെ പഠനവും വീട്ടുചെലവും മറ്റെല്ലാ ആവശ്യങ്ങളും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. മാർക്കറ്റ് വില അനുസരിച്ച് 7.5 ലക്ഷത്തോളം രൂപ വരവ് പ്രതീക്ഷിച്ചാണ് ബിനു വിളവെടുക്കാൻ തയ്യാറായി നിന്നത്. എന്നാൽ മകളുടെ അഡ്മിഷന്റെ ആവശ്യത്തിനായി കുറച്ച് ദിവസം പുറത്തുപോയി തിരിച്ച് വെള്ളരിക്കുണ്ടിലെ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് ഹൃദയഭേദകമായ കാഴ്ച കാണേണ്ടി വന്നത്. 1 വർഷം മുമ്പ് പാട്ടത്തിന് ഈ പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കപ്പ കൃഷിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. 5,000-ഓളം ചൂട് കപ്പ നട്ടതാണ്. വിഷമം കാരണം പറയാൻ തന്നെ പറ്റുന്നില്ല. ബാങ്കിലും കാര്യങ്ങളൊക്കെ കടങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം പലപ്പോഴായിട്ട് മയിലായി
പന്നിയായി കപ്പ മൊത്തം കളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു 4000 ചൂടിൻ്റെ അടുത്ത് പൂർണ്ണമായി കപ്പ കളഞ്ഞു. നമുക്കൊരു 7.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടിയാൽ ഒരു 1000 രൂപ പോലും വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി മൊത്തം നശിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ആരുടെ അടുത്ത് പരാതി കൊടുക്കണമെന്നും അറിയത്തില്ല. പന്നിക്കൂട്ടങ്ങൾ നിലംപരിശാക്കിയ കൃഷിയിടത്തിൽ നിന്ന് വിലപിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഈ കർഷകന്റെ നിസ്സഹായാവസ്ഥ നാട്ടുകാരിലും കണ്ണീരണിയിച്ചു. ലക്ഷങ്ങളുടെ കടവും 1 വർഷത്തെ അധ്വാനവും പാഴായ ഈ കർഷകന് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. അതിനായി അധികൃതർക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പുകയാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ഞനാടി അൽമദീന 30ാം വാർഷികവും സനദ്ദാന മഹാസമ്മേളനവും ഫെബ്രുവരി 3 മുതൽ 5 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ഞനാടിക്കടുത്ത് നരിങ്കാനയിൽ മർഹൂം ഷറഫുൽ ഉലമ അബ്ബാസ് മുസ്ലിയാർ സ്ഥാപിച്ച പ്രമുഖ സ്ഥാപനമായ അൽ മദീന ഇസ്ലാമിക് കോംപ്ലക്സിന്റെ 30ാമത് വാർഷിക പരിപാടികൾ നടക്കും. ദ 30 ഹാപ്പൻസ് എന്ന പേരിൽ ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ് പരിപാടികൾ നടക്കുക. പരിപാടികളുടെ പ്രചരണാർത്ഥം ഫെബ്രുവരി 1 വ്യാഴാഴ്ച 3 മണിക്ക് ഉള്ളാളം ദർഗ മുതൽ അൽ മദീന വരെ പ്രചരണ റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2 വെള്ളിയാഴ്ച ഷറഫുൽ ഉലമ മഖാം സിയാറത്തും ഖത്മുൽ ഖുർആൻ ദുആയും നടക്കും. ക്യാൻറ്റീൻ ബ്ലോക്ക് ഉദ്ഘാടനം KPCC സെക്രട്ടറി ഇനായത്ത് അലി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 3 UT ഫരീദ് മെമ്മോറിയൽ സൗഹാർദ്ദ സാംസ്കാരിക സമ്മേളനത്തോടുകൂടെ ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് സദാത്തുക്കളുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടക്കും. രാത്രി 7 മണിക്ക് ആത്മീയ സദസ്സ് നടക്കും. ഫെബ്രുവരി 4 രാവിലെ 9 മണിക്ക് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ഹെൽത്ത് ചെക്കപ്പും രക്തദാന ക്യാമ്പും നടക്കും. തുടർന്ന് എഡ്ഫേസ് കരിയർ എക്സ്പോ, സ്റ്റുഡൻസ് കോൺഫറൻസ്, കൾച്ചറൽ ഡിസ്കഷൻ, അനുസ്മരണ സമ്മേളനം എന്നീ പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ റൗല മദീന ആൻഡ് മഹ്ലത്തുൽ ആത്മീയ സദസ്സ്, തുടർന്ന് അലുമിനി ആൻഡ് മർസൂഖി മീറ്റ്, 4 മണിക്ക് പ്രവാസി മീറ്റ്, ഗ്രാൻഡ് ബുർദ മജ്ലിസ് എന്നീ പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 30ാം വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന പരിപാടിയെന്നോണം വളരെ വിപുലമായി ഫെബ്രുവരി 3 മുതൽ 5 വരെ അൽമദീന ക്യാമ്പസിൽ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നു. പരിപാടികളുടെ മുന്നോടിയായി സമ്മേളന പ്രചരണാർത്ഥം ഫെബ്രുവരി 1 വ്യാഴാഴ്ച 3 മണിക്ക് ഉള്ളാൾ ദർഗ മുതൽ അൽമദീന വരെ പ്രചരണ റാലി സംഘടിപ്പിക്കും. ഫെബ്രുവരി 2 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷറഫുൽ ഉലമ മഖാം സിയാറത്തും ഖത്മുൽ ഖുർആൻ ദുആവും നടക്കും. 3 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഇഫ്തിഖാർ അലി പതാക ഉയർത്തും. പരിപാടിക്കായി വിവിധങ്ങളായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ ഓട്ടോ ടാക്സികളുടെ സമാന്തര സർവീസുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോട്ടോർ സംയുക്ത തൊഴിലാളി യൂണിയൻ യോഗം. ഇത് സംബന്ധിച്ച് RTO പോലീസ് അധികാരികൾക്ക് പരാതി നൽകുവാനും INTUC ഓഫീസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നീ വിചാരിക്കുന്നത് നീ മാത്രമാണ് അതല്ല കളനാടുന്നെടുത്ത് നിങ്ങൾ പറയുന്നില്ലേ? ഇല്ലേ? ആര് പറയാതെ ഞങ്ങൾ ഏടെ കളനാടുന്ന് എടുക്കുന്നത്? ഞങ്ങൾ കാസർഗോഡ് വണ്ടിക്കാർ ഏടുന്ന് എടുക്കുന്നത്? നിങ്ങൾ ആരെടുക്കുന്നത്? നീ പോ ആരെടുക്കുന്നത്? കളനാടുന്ന് നീ പേടിപ്പിക്കാൻ നീ ആര്? കാസർഗോഡ് നഗരത്തിൽ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലും മറ്റ് പല ഓട്ടോ സ്റ്റാൻഡുകൾക്ക് മുൻപിലും ഓട്ടോ ടാക്സികളുടെ സമാന്തര സർവീസുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോട്ടോർ സംയുക്ത തൊഴിലാളി യൂണിയൻ യോഗം ആവശ്യപ്പെട്ടു. നഗരത്തിൽ മുനിസിപ്പൽ പെർമിറ്റ് ഇല്ലാതെ അനധികൃതമായി പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് കളനാട്, ബേക്കൽ, കാഞ്ഞങ്ങാട്, മേൽപ്പറമ്പ്, ചട്ടഞ്ചാൽ, പൊയ്നാച്ചി എന്നീ ഭാഗങ്ങളിലേക്ക് സമാന്തര സർവീസ് നടത്തുന്നതിനെതിരെയാണ് നിവേദനം നൽകിയത്. ഇത് സംബന്ധിച്ച് RTO പോലീസ് അധികാരികൾക്ക് പരാതി നൽകുവാനും തീരുമാനിച്ചു. INTUC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കളായ അബൂബക്കർ തുരുത്തി, ഹരീന്ദ്രൻ, രാമകൃഷ്ണൻ, വിശ്വനാഥ് ഷെട്ടി, കുഞ്ഞിക്കണ്ണൻ, ഉമേശൻ, ഷാഫി ചാലക്കുന്ന്, N രാമൻ, അശോകൻ, മൊയിനുദ്ദീൻ ചെമ്മനാട്, ഖലീൽ പടിഞ്ഞാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി പാടാങ്കരെ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ നടാവലി ഉത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങൾ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തി.
കാസർഗോഡ് ജില്ലയിലെ കുമ്പള ആരിക്കാടിയിൽ പുരാതന കാലം മുതൽ ആരാധിച്ചു വരുന്ന പാടാങ്കര ഭഗവതിയുടെയും പരിവാര ദൈവങ്ങളുടെയും ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കുന്ന നടാവലി മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. പുലർച്ചെ ഗണപതി ഹോമത്തോടെ തുടങ്ങിയ ഉത്സവ പരിപാടിയിൽ രാവിലെ 10 മണിക്കായിരുന്നു കുലമുഹൂർത്തം. തുടർന്ന് മൂലസ്ഥാനത്തിൽ പുതുതായി നിർമ്മിച്ച കട്ടയ്ക്ക് ശുദ്ധികലശവും തമ്പിലവും അന്നദാനവും നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഭജന, പുഷ്പപൂജ, തുലാഭാര സേവ, രാത്രി 8:30 അന്നദാനം, രാത്രി 9 ഭഗവതി ദർശനം, അഗ്നിസേവ, തുടർന്ന് നൂതന കാരണവർക്ക് കലശസ്നാനം, ബിംബബലി ദർശനം, പ്രസാദ വിതരണം, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടന്നു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തിയത്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. കുമ്പള ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി ആത്മീയ സംഗമത്തിന് തുടക്കമായി. ട്രഷറർ മുഹമ്മദ് അറബി ഹാജി പതാക ഉയർത്തിയതോടെയാണ് ആത്മീയ സംഗമത്തിന് തുടക്കമായത്. ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ വാർഷിക ആത്മീയ സംഗമങ്ങൾക്ക് തുടക്കമായി. രാവിലെ 9:30 ഖാസിം മുസ്ലിയാരുടെ ഖബറിടത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ട്രഷറർ മുഹമ്മദ് അറബി ഹാജി പതാക ഉയർത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം തൊട്ടി മാഹിൻ മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകി. ചെയർമാൻ MM ഇസുദ്ദീൻ ഹാജി, പ്രിൻസിപ്പൽ BK അബ്ദുൽ ഖാദർ അൽ ഖാസിമി, KL അബ്ദുൽ ഖാദർ അൽ ഖാസിമി, MP മുഹമ്മദ് സഅദി, മൂസ ഹാജി കോഹിനൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ, അബൂബക്കർ ഖാസിമി, അൻവർ അലി ഹുദവി, അബൂബക്കർ സാലുദ് നിസാമി, സുബൈർ നിസാമി, അബ്ദുൽ റഹ്മാൻ ഹൈദമി, മീപ്പിരി ഷാഫി ഹാജി, കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഗത്മുൽ ഖുറാന് NPM സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുകൈ നേതൃത്വം നൽകി. അബ്ദുൽ സലാം വാഫി, ജുനൈദ് ഫൈസി എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10 സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബുർദ മജ്ലിസ്, മജ്ലിസ് ഉന്നൂർ, ഇമാം ഷാഫി മൗലീദ് എന്നിവ നടക്കും. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. KMCC തെരഞ്ഞെടുപ്പ് സമിതി നിലവിൽ വന്നു. അബ്ദുല്ല ആറങ്ങാടിയെ ചെയർമാനായും സലാം കന്യപ്പാടിയെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. KMCCയുടെ 2024-2026 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾക്ക് രൂപം നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് സമിതി നിലവിൽ വന്നു. ജില്ലാ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാനായി അബ്ദുള്ള ആറങ്ങാടിയെയും ജനറൽ കൺവീനറായി സലാം കന്യപ്പാടിയെയും ട്രഷററായി ഹനീഫ് TR-നെയും കോർഡിനേറ്ററായി അഫ്സൽ മൊട്ടമലിനെയും തെരഞ്ഞെടുത്തു. അബൂഹയിൽ KMCC ആസ്ഥാനത്ത് ചേർന്ന ദുബായ് KMCC കാസർഗോഡ് ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഹനീഫ് TR മേൽപ്പറമ്പ്, ഓർഗനൈസിംഗ് സെക്രട്ടറി അഫ്സൽ മൊട്ടമൽ, EB അഹമ്മദ് ചെടൈക്കാൽ, സലീം ചേരങ്കൈ, ഹസൈനാർ ബീജന്തടുക്ക, സലാം തട്ടാഞ്ചേരി, യൂസഫ് മുക്കൂട്, അഷ്റഫ് പാവൂർ, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ഫൈസൽ മൊഹിൻ തളങ്കര തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി സലാം കന്യപ്പാടി സ്വാഗതവും സെക്രട്ടറി അഷ്റഫ് പാവൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ല് കൊയ്യാൻ ആളെ കിട്ടാതെ വിളഞ്ഞ നെല്ല് വയലിൽ വീണ് മുളച്ചു തുടങ്ങിയതോടെ കയ്യുറകൾ ഊരിയെറിഞ്ഞ് പാടത്തേക്കിറങ്ങി നെല്ല് കൊയ്ത് ഹരിതകർമ്മസേന. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ നെല്ല് കൊയ്തത്. ഹരിതകർമ്മസേനാംഗം കൂടിയായ എടാട്ടുമലിലെ M ദിവ്യ ഒന്നുടുപ്പി വയലിലെ 1/2 ഏക്കറോളം വരുന്ന ഭാഗത്ത് ചെയ്ത പുഞ്ചകൃഷിയാണ് കൊയ്യാൻ ആളില്ലാതെ വരികയും കാലം തെറ്റി വന്ന മഴയിൽ നെല്ല് മുളച്ചു തുടങ്ങിയതും. കൊയ്യാൻ ആളില്ലാത്തത് മൂലം വയലിൽ നെൽച്ചെടികൾ വീണുപോയത് ദിവ്യ സഹപ്രവർത്തകരായ ഹരിതകർമ്മസേനാംഗങ്ങളോട് സങ്കടം പറഞ്ഞതോടെ കാര്യങ്ങൾ വേഗത്തിലായി. ഞങ്ങൾ മുഴുവൻ പേരും കൊയ്തു തരാമെന്ന് അംഗങ്ങൾ ഉറപ്പുകൊടുത്തു. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പിന്തുണ അറിയിക്കുകയും ചെയ്തു. 42 പേരുള്ള ഹരിതകർമ്മസേനയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പാടത്തിറങ്ങി നെല്ല് കൊയ്ത്തുത്സവമാക്കി മാറ്റുകയായിരുന്നു. ഹരിതകർമ്മസേനാംഗങ്ങൾ കൊയ്ത് കറ്റകെട്ടി കരക്കെത്തിച്ച് നെല്ല് തല്ലിയെടുക്കുകയും ചെയ്തു. ഹരിതകർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് VV രാജശ്രീ, സെക്രട്ടറി K ഷീന എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളും വയലിലിറങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ കൊയ്ത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിതകർമ്മസേനയുടെ ഒരംഗത്തിൻ്റെ നെല്ല് വിളഞ്ഞ് ഊരാൻ ആളെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ
ആ വിവരം ഹരിതകർമ്മസേനയോട് സൂചിപ്പിക്കുകയും ഉടനെ തന്നെ ഞങ്ങൾ എത്താം എന്ന് പറയുകയും ഇന്ന് ചെയ്ത് നിശ്ചയിക്കുകയും ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവം നടക്കുകയും ചെയ്യുക. തീർച്ചയായും ഇത് മറ്റുള്ള പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൂടി ഒരു മാതൃകാ പ്രവർത്തനമാണ് തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ നടത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം സീത ഗണേശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, ആസൂത്രണ സമിതി അംഗം KV മുകുന്ദൻ, നവകേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, VEO SK പ്രസോൺ, പാടശേഖര സമിതി പ്രസിഡന്റ് T അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഹരിതകർമ്മസേന ശുചിത്വ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വയലിൽ കൊയ്ത്തിനിറങ്ങുന്നത് ഇതാദ്യമാണെന്ന് കൺസോർഷ്യം പ്രസിഡന്റ് VV രാജശ്രീ പറഞ്ഞു. ഹരിതകർമ്മസേനയുടെ തൊഴിലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മേഖലയിലേക്കാണ് കടന്നിട്ടുള്ളത്. എല്ലാ ഹരിതകർമ്മസേനയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ്. നമ്മളിൽ തന്നെ ഒരംഗത്തിന് മുരാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള വിഷമവും അതുപോലെ തന്നെ കണ്ടത്തിലിങ്ങനെ വീണ് കിടക്കുകയായിരുന്നു പിന്നെ നെല്ല്. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആ പ്രവൃത്തി ഏറ്റെടുക്കുകയും അവറ്റ ഉദ്ഘാടനം ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പണി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓൾ കേരള ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഫെബ്രുവരി 14 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് നിന്നും തുടക്കമായി. ഓൾ കേരള ഡയറി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ക്ഷീര കർഷകരും ക്ഷീരസഹകരണ സംഘങ്ങളും ജീവനക്കാരും ഒരുപോലെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ സർക്കാരിനും ക്ഷീരവികസന വകുപ്പിനും പരാതി നൽകിയിരുന്നുവെന്നും യാതൊരുവിധ കൂടിയാലോചനകൾക്കും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി. സമരത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന വാഹന പ്രചരണ ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും ആരംഭിച്ചു. കാഞ്ഞങ്ങാട് സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരകത്തിന് സമീപം സംസ്ഥാന പ്രസിഡന്റും ജാഥ ഡയറക്ടറുമായ CK പ്രശോഭനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാഥ സെക്രട്ടറിയുമായ PM കേശവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CJ അലക്സ് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറിയും വൈസ് ക്യാപ്റ്റനുമായ അപ്പുക്കുട്ടൻ അമ്പകംതല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിബി ജോസഫ്, സജി കല്ലോടി, PM സുന്ദരൻ, കാസർഗോഡ് പാൽ വിതരണ സംഘം സെക്രട്ടറി PV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 14 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് മുൻ ക്ഷീരവികസന വകുപ്പ് മന്ത്രി C ദിവാകരൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലാ പ്രചാരണ കമ്മിറ്റി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ കവിയരങ്ങ് പരിപാടി സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ പ്രചാരണ കമ്മിറ്റി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ കവിയരങ്ങ് പരിപാടി സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കാഞ്ഞങ്ങാട് ഈ മാന്തോപ്പ് മൈതാനിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മാന്തോപ്പ് മൈതാനിയിൽ ഈ കവിയരങ്ങ് ഒട്ടനവധി ഈ മേഖലയിൽ നമ്മളുമായി സഹകരിച്ച് പോകുന്ന കവികളെ അണിനിരത്തിക്കൊണ്ട് ഈ കവിയരങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഗാനരചയിതാവ് AB പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ആണ് ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലെത്തി ചോര നൽകി ജീവനെ കാത്തുവച്ച സാന്ത്വനം വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മളൊത്തു നീങ്ങിടും നമ്മളൊത്തു നീങ്ങിടും നമ്മളൊത്തു നീങ്ങിടും. പ്രചാരണ കമ്മിറ്റി ജില്ലാ ചെയർമാൻ ബാലകൃഷ്ണൻ പെരിയ അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിക്കണ്ണൻ, M അസൈനാർ, സാജിദ് മൌവൽ, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. കവിത ചൊല്ലിയ എല്ലാവരെയും ചടങ്ങിൽ ആദരിച്ചു. കവികളായ ഷാജഹാൻ തൃക്കരിപ്പൂർ, ശ്രീകുമാർ കോറോം, രാമകൃഷ്ണൻ ശ്രീസദനം, മാമുനി വിജയൻ, കാവ്യ പള്ളിക്കര എന്നിവർ കവിത അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി ഭാരതീയ മസ്ദൂർ സംഘ്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് പതാക ഉയർത്തി. BMS സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കും. ഇതിന്റെ ഭാഗമായി BMS പതാക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് BMS സംസ്ഥാന സമിതി അംഗം VB സത്യനാഥ് പതാക ഉയർത്തി. ചടങ്ങിൽ BMS ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ദാമോദരൻ എണ്ണപ്പാറ സ്വാഗതം പറഞ്ഞു. സതീഷ്, ഷാജി കുളവയൽ, പ്രകാശൻ, കുഞ്ഞിരാമൻ, രാധാകൃഷ്ണൻ, രതീഷ് കാലിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അബ്ബാസ് ബീഗം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ, ലഭിച്ചത് 20 വോട്ട്. BJPയിലെ P രമേശിന് ലഭിച്ചത് 14 വോട്ട്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകി. നാട്ടിൽ വെളിച്ചമെത്തിക്കുവാൻ പണിയെടുക്കുന്നവർ ഇരുട്ടിൽ. വോർക്കാടി വൈദ്യുതി സെക്ഷൻ ഓഫീസിലാണ് ദുരവസ്ഥ. മധൂർ പഞ്ചായത്തിൽ ക്രമക്കേടെന്ന ആരോപണവുമായി LDF രംഗത്ത്. വോട്ടേഴ്സ് പട്ടിക ഡൗൺലോഡ് ചെയ്ത് പ്രിന്റെടുത്ത വകയിൽ ലക്ഷങ്ങളുടെ തിരിമറിയെന്നാണ് ആരോപണം. 5000 മൂട് മരച്ചീനി കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. കണ്ണീരിലായി കർഷകൻ ബിനു ജോൺ തുരുത്തേലിന്റെ ജീവിതം. മഞ്ഞനാടി അൽമദീന 30ാം വാർഷികവും സന്നദ്ധദാന മഹാസമ്മേളനവും ഫെബ്രുവരി 3 മുതൽ 5 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.